മദ്രാസല്ല, തേനി തേനി, തമിഴ്നാട് തേനി. തമിഴ്നാട് തേനി. ഓരോരോ കാത്തിക്കല്ലേ? സൈലാനെ കാത്തിക്കും. സൈലാൻ്റെ ഫ്ലാറ്റാണിത്. ഫ്ലാറ്റ്. സൈലാൻ്റെ ഫ്ലാറ്റ്. എന്തായാലും ഗൈസ് ഒരു വരട്ടെ, വന്നിട്ട് നമുക്ക് നേരെ തേനിലേക്ക് പോവാം. ഓക്കെ, കമാൺ. ഗൈസ് അങ്ങനെ ഒരു വന്നിരിക്കട്ടോ. എങ്ങോട്ടാ പോണു? എവിടെ മറ്റാള്? ഇത് കൊറേ ഉണ്ടല്ലോ. നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാണ്. ഇപ്പൊ നമ്മള് അല്ല, ഇത് വീട് പറയണേ. ഏകദേശം നമ്മള് പാലക്കാട് കഴിഞ്ഞ് കുറെ പോന്നു. ഇപ്പൊ പൊള്ളാച്ചിക്ക് ഇനി 22 കിലോമീറ്റർ കാണുന്നുണ്ട്. ഇവിടെ കേട്ടോ, ബോർഡ് കണ്ടോ? നമ്മളിപ്പോൾ പോയിക്കൊണ്ട് തന്നെ കേട്ടോ. ഇവിടെ പോകണേക്ക് ഒരു പൂരം എന്തോ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ ബ്ലോക്ക് ഉണ്ട്. എന്നാലും പോയേക്കാം അല്ലേ? സെറ്റല്ലേ എൻ്റെ? കടലാണോ? കടല ഈ ചോറ് വെച്ചിട്ടോ. ഇവിടെ പമ്പിൽ നിർത്തിക്കാണ്. ശിബറൊക്കെ ഉണ്ട്. ഫുഡ് തന്നെ ഉണ്ട്. സെറ്റല്ലേ? ഉച്ചക്ക് പെരുന്നാളെ കൊണ്ട് ഫുഡ് കിട്ടി. എന്താ നെയ്ച്ചോറ്, എന്തൊക്കെയുണ്ട്, ബിരിയാണി, ബീഫ്, പിന്നെതാ ഇതാണ് സദ്യ. കുറെ കൂട്ടാണ്ട്. ഇതില് 2 പ്ലേറ്റ് ആണ് കേട്ടോ, 3 പ്ലേറ്റ് ആണോ? പിന്നെ താണ്ടി ബോയ്സ് ഫുഡൊക്കെ കഴിഞ്ഞു. നമ്മളിവിടെ നേരെ പൊള്ളാച്ചി റോഡാണെങ്കിൽ ഇങ്ങനെ ഫുള്ള് കാടാണ്. പോയാൽ നമുക്ക് ഗൈസ് നമ്മളിഞ്ഞ് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാണ്. നമ്മൾ നേരെ ഇനി നമ്മളെ പൊള്ളാച്ചി റൂട്ടിൽ പോകാൻ പോവാണ്. അവിടെ കാട് സ്ഥലങ്ങളാണ്. ഇതിൽ കാണാൻ പറ്റുമോ നോക്കി നോക്കാം. നമ്മൾ തേനിക്കാണ് പോണത്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വെച്ചാൽ നമുക്ക് കാണാം. ഓക്കെ, പന്ത്രണ്ട് മണിക്കും ഫോട്ടോഷൂട്ട്. എന്നാ അവളെ റൈഡ്? സൂപ്പർ അല്ലേ? ഇതേതാ ഹൈവേ? നമ്മളെ പൊള്ളാച്ചി ഹൈവേ. എന്താ നമ്മളെ പളനി റോഡില്ലേ? അത് നമുക്ക് കാണാം. മറ്റേ സാധനം ആ മല കാണില്ല നമുക്ക്? അല്ല, അതിപ്പോ അവിടെ തിരിയണ്ടേ? നമ്മൾ സ്ട്രൈറ്റ് പോകില്ലേ? ആ ട്രാക്കിൽ നിന്ന് തിരിയണ്ടേ? അങ്ങോട്ട് തിരിയാണല്ലേ? ഗായ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും വീണ്ടും പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് നീച്ച് കാണിട്ട് പോന്ന കൊറേ ദൂരം ഓടിപ്പോ. നമ്മൾ ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞങ്ങൾ സംഭവം കുറേ ഓടി. നമ്മളെ തേനി ഭാഗത്ത് എത്തി. ഇപ്പം നമ്മളെന്തായാലും അങ്ങനെ ഒരുപാട് നേരം ഓടി. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് റൂമൊന്നും കിട്ടിയില്ല കിടക്കാൻ. പിന്നെ നമ്മളില്ല സ്ഥലത്ത് വെച്ചിട്ട് പമ്പിൽ വെച്ചിട്ട് വണ്ടി അവിടെ ഇട്ട് ഇവിടെ പമ്പിലിട്ടൊരു കിടക്കിയത്. കാരണം അത്രയും ഓടി. നമ്മൾ 3:45 4:30 വരെ നമ്മൾ വണ്ടി ഓടി. രാത്രി ഫുള്ള് ഓടി. എവിടെ റൂമിലൊക്കെ ഫുള്ളാണ് കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, വഴിക്കേ പറഞ്ഞുതരാം. ഫുള്ള് കഥ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. നല്ല സീനാണ്. വണ്ടിയിൽ ഇവിടെ സൈഡാക്കിയിട്ട് ഇവിടെ പമ്പിൽ കിടക്കി, നായര പമ്പിൽ കിടക്കിയത്. ഇനി എന്തായാലും നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോയേക്കാം. നമുക്ക് കാഴ്ചകൾ കാണാണ്ട് ഇനി രാവിലെ. ഓക്കെ.
അതൊക്കെ കുത്തിയാൽ കടച്ചിലാക്കര കാണുന്നത്. ഗൈസ് ഞങ്ങളാ നിക്കണേന്റെ കുറച്ച് സൈഡിലെ ബാക്കത്തെ ഭാഗട്ടോ, അടിപൊളി സ്ഥലം. ഗൈസ് സത്യം പറഞ്ഞാൽ എന്താ വെച്ചാലേ നമ്മള് വീട്ടിൽ നിന്ന് നേരെ തേനിക്ക് പോവാണ്. തേനി പറഞ്ഞ സ്ഥലല്ലേ, കമ്പം തേനി. അപ്പൊ അങ്ങോട്ട് പോണ വഴിക്ക് നമ്മള് രാത്രി ഇവിടെ റൂം എടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. നമ്മളെ എവിടെ അതിനെ കുറച്ച് ഇപ്പുറത്തെ സ്ഥലമാണ്. അവിടെ റൂം എടുക്കാനുള്ള പ്ലാൻ. അപ്പൊ നോക്കുമ്പോൾ റൂം കിട്ടിയില്ല. അങ്ങനെ ഒരു ഏകദേശം ഒരു 4 മണി 5 മണി ഞങ്ങൾ വണ്ടി ഓടിച്ചു. അങ്ങനെ ഈ പമ്പിൽ വന്ന് ഇവിടെ കടന്ന് അങ്ങനെ ഇപ്പോൾ രാവിലെ വെച്ച് പോലെ പ്ലാനാണ്. ഇനിയിപ്പോൾ ആ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മളെ കൊടൈക്കനാൽ ഭാഗങ്ങളാണ്. ഇങ്ങോട്ട് തേനിയാണ് ഫുള്ള്, ഈ റോഡ് ഫുള്ള് തേനി. അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്തായാലും ഇവിടെ നമ്മൾ ഈ പമ്പിലാണ് ഇപ്പോൾ വണ്ടി നമ്മൾ സൈഡാക്കിയത്. അപ്പോൾ എന്തായാലും കുറച്ച് മുന്നിലേക്ക് പോയാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയാണ് നടക്കുള്ളൂ. നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിക്കണം. വണ്ടി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ആ ബാക്കിൽ കാണുന്ന മല കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി ഹൈവേ, നാഷണൽ ഹൈവേ NH 83 അങ്ങനെ എന്തോ ഇത് നേരെ പോയാൽ നമുക്ക് തേനിയാണ്. അപ്പം ഇനി ബാക്കി വിശേഷം നമുക്ക് തേനിയിലൊക്കെ പോയിട്ട് കാണാം. ഓക്കെ. ഗൈസ് നമ്മൾ ഫുഡൊക്കെ വന്ന് കേട്ടോ, വണ്ടി ഇവിടെ നിർത്തി. അടിപൊളി സ്ഥലങ്ങളാട്ടോ അവിടെ, തേനി ഭാഗങ്ങൾ കേട്ടോ. അത് തെങ്ങട്ടോ, നമ്മൾ ഇങ്ങനെ കുറേ പോവാണ് ഇവിടുന്ന് കേട്ടോ. നമുക്കെല്ലാം ചായ കുടിച്ചിട്ട് പോവാൻ കൂടി വലിയ വൃത്തിന്നുണ്ടല്ലോ, എന്നാലും നമുക്ക് കഴിക്കാം. ഫുഡ് കാണിച്ചില്ല, കഴിക്ക അപ്ഡേറ്റ് ഇതൊന്നുമില്ലേ?